സൂപ്പർ 60 ആദ്യം പോകുന്നത് ഒരു അതുല്യ കലാകാരനിലേക്കാണ്, നമ്മുടെ സൂപ്പർ അതിഥിയിലേക്ക്. മലയാളം പറയുന്ന ഷാറുഖ് ഖാനെയും വാരണമായിരത്തിന്റെ റിയാസ് ഖാൻ വേർഷനും എന്തിനും മറുപടി പറയുന്ന ഷൈൻ ടോം ചാക്കോയുമെല്ലാം അനുകരിച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്ന സിദ്ദിഖ് റോഷൻ. ഹായ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നത് മിമിക്രി താരങ്ങളായിരുന്നു, കഴിഞ്ഞ 2 ദിവസമൊക്കെ. അപ്പോൾ ഇങ്ങനെ നിന്ന് ചെയ്യുന്ന മിമിക്രിയാണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഉറപ്പാണ്, ഞങ്ങൾക്ക് ഈ വലിയ ഫ്ലോർ ഉണ്ട്, ഇവിടെ ഒരു കാറുണ്ട്, ഇവിടെ ചെയറുണ്ട്, അപ്പുറത്ത് ഒരു കഫേ ഉണ്ട്, എല്ലാം ഉണ്ട്, അങ്ങ് ഉപയോഗിക്കാം. കാരണം ഞാൻ കണ്ടു കിടന്നും. ഞാൻ അങ്ങനത്തെ കണ്ടന്റ്സ് ആണ് കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത്. വോയിസ് മാത്രമല്ല, ബോഡി ലാംഗ്വേജും അങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാൻ എനിക്ക് കൂടുതൽ. അത് നല്ലൊരു കാര്യമാണ് അല്ലേ? ഒരുപാട് നിരീക്ഷിക്കണം അല്ലേ? അത് ഒരുപാട് നമ്മൾ ഒരാളിങ്ങനെ വാച്ച് ചെയ്യണം, അയാളുടെ നിപ്പും നടപ്പും ഇരിപ്പും എല്ലാം ചെയ്യണം. അപ്പൊ ഈ ഫ്ലോർ ഉപയോഗിച്ച് ആദ്യം ആരെയാണ് ചെയ്യാൻ പോണേ? ഈ മാസ്റ്റർ പീസ് ഏതാണ്? മാസ്റ്റർ പീസ് ഇപ്പൊ ഒരുപാട് സംഭവങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ മാസ്റ്റർ പീസ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽ ഷാറുഖ് ഖാനാണ്. അധികം ആരും അങ്ങനെ അനുകരിക്കാത്തൊരു താരമാണല്ലോ, മലയാളികൾ. അപ്പൊ ഷാറുഖ് ഖാൻ സാറിന് ഇപ്പൊ മലയാളത്തിലുള്ള മൂവീസ് ഡബ് ചെയ്യുന്നത് ഞാനാണ്. ഇപ്പൊ ബ്രഹ്മാസ്ത്ര റീസെന്റ് ആയിട്ട് ഇറങ്ങിയത് ഡബ് ചെയ്തത് ഞാനാണ്, ഹോട്ട്സ്റ്റാറിൽ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇമിറ്റേഷൻ വേണമെങ്കിൽ ചെയ്യാം. അത് ഏതെങ്കിലും മൂവി ഡയലോഗ്, അത് ഞാനിങ്ങനെ പുള്ളിയുടെ മാനറിസംസ് ഒക്കെ പിടിച്ചിട്ടൊന്ന് ചെയ്യാൻ നോക്കാം. എനിക്കൊന്ന് റോഷനിനെ നോക്കിയിട്ട് തന്നെ ഞാനൊന്ന് ഷാറുഖ് ഖാൻ സാറാവാം. काश मैं तुम्हें बदल सकता, मैं तुम्हें कितनी चाहता हूँ. I love you, I love you, I love you very very much रोशनी. मैं आंखें बंद करता तो तुम्हें देखता हूँ, आंखें खोलता हो तो तुम्हें देखना चाहता हूँ, हर पल, हर घड़ी, हर वक्त. मेरी रोशनी, मेरी सिर्फ रोशनी. നേരിട്ട് കണ്ടിട്ടില്ല, എങ്ങനെയെങ്കിലും അനുകരിച്ചെങ്കിലും ആരും വലിയൊരു അവസരമാണല്ലോ. ഈ ഷാറുഖ് ഖാന്റെ ഒരു ഡയലോഗ് കൂടി ചെയ്ത് നോക്കുന്നു. ഷാറുഖ് ഖാൻ സാറിന് പല വേരിയേഷൻസ് ആണല്ലോ മൂപ്പർക്ക്. ഇപ്പൊ ചെന്നൈ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു പടത്തില് ഈ തമിഴൊക്കെ പറയുമ്പോ मिस्टर दुर्गेश्वरास आजाद सर, कुमन गांव की सबसे इम्पोर्टेंट मैन मेरी यह है. गुड सर, इट इज वेरी गुड टू बी इम्पोर्टेंट सर, बट इट इज मोर इम्पोर्टेंट टू बी गुड. आप सोच रहे हैं क्या मैं पर क्यों आया इवन यार? अड़ी इड़ी और नहीं लड़ूंगा कि मुझे इंसाफ करूंगा. जोश छोड़ा, डोंट अंडरएस्टिमेट द पावर ऑफ ए कॉमन मैन. കൊള്ളാം. ഈ മിമിക്രി എങ്ങനെയാ മിമിക്രിയിലേക്ക് എത്തുന്നത് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതൽ മിമിക്രി ചെയ്യുമായിരുന്നു. സ്കൂളിൽ ഇപ്പോൾ 4ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം മുതൽ ഈ ഫാൻസി ഡ്രസ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ സ്കൂൾ തലത്തിലേക്കൊക്കെ വന്നപ്പോൾ ഈ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ കേരള സ്കൂൾ കലോത്സവത്തിൽ വിന്നറായിരുന്നു ഞാൻ, 3 പ്രാവശ്യം വിന്നറായിരുന്നു. പിന്നെ MG യൂണിവേഴ്സിറ്റിയിൽ മത്സരിച്ചിട്ട് വിന്നറായിരുന്നു. പിന്നെ അല്ല, പണ്ട് മുതൽ ഇഷ്ടമായിരുന്നു അങ്ങനെ ചെയ്യാൻ. ഇപ്പൊ ഈ കലോത്സവത്തിനൊക്കെ മിമിക്രി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചു നോക്കുമ്പോഴേ ഒരു പഴയ ഇത് തന്നെയാണോ ചെയ്യുന്നത്? ഈ ട്രെയിന്, കാക്ക? അല്ല, അങ്ങനെയല്ല. ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അന്നത്തെ സമകാലികമായിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ ഏതാ വോയിസ് ചെയ്യുന്നതെന്ന് പോലും പറയില്ല, ഒരു കണ്ടന്റിലായിരിക്കും അത് വന്നു പോകുന്ന 5 മിനിറ്റ്. ഇപ്പോഴത്തെ വെച്ച് കഴിഞ്ഞാൽ നല്ല കഴിവുള്ള ഒരുപാട് കാണാറുണ്ട് നമ്മൾ, പക്ഷേ കൃത്യമായിട്ട് ആരും ഗൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ എൻ്റെ അടുത്തായാലും ഇപ്പോൾ വീടിൻ്റെ അടുത്തൊരു കുട്ടി ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കും, സ്ക്രിപ്റ്റിൽ ഇങ്ങനെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ. കാരണം ചുമ്മാ ഞാൻ ആദ്യമായിട്ട് ഇന്നൊരു വോയിസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. അതിനൊരു മിമിക്രി ശരിക്കും പഠിപ്പിക്കാൻ പറ്റുമോ? മിമിക്രി ഒരിക്കലും എൻ്റെ ഒരു ഇതിൽ മിമിക്രി ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ പാട്ടാണെങ്കിലും മറ്റേ നമുക്ക് സംഗീതം പഠിക്കുന്ന അക്ഷരങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കാമല്ലോ. പക്ഷെ മിമിക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോഡ് ഗിഫ്റ്റഡ്, എല്ലാ ദൈവം തരുന്നതാണ്. എങ്കിൽ പോലും നമുക്ക് തന്നെ തോന്നണം. ഇപ്പോൾ നമ്മൾ ഒരാളെ ഒരു ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അയാളായിട്ട് മാറിയാലാണ് ഈ ശബ്ദവും ഇതെല്ലാം നമുക്ക് വരുള്ളൂ. ഞാനിപ്പോൾ ഷാറുഖ് ഖാനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലാദ്യം മൂപ്പരുടെ ഫേസ് വരും. അത് എൻ്റെ മനസ്സിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല, അത് നമ്മൾ തന്നെ നിരീക്ഷിക്കണം. പിന്നെ എൻ്റെ ഉമ്മി മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. ആൾക്ക് ഇങ്ങനെ കുറച്ച് നേരം ആരെങ്കിലോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അയാൾ പോയി കഴിയുമ്പോൾ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. രീതി അതുപോലെ സംസാരിക്കും. അപ്പൊ അതൊക്കെ ചിലപ്പോ കിട്ടിയിട്ടുണ്ടാവും. അത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ ചില കഴിവുകൾ. ഇനി ആരാണ് കാട്ടുന്നത്? ഇനി എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ യൂസ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ൻ നിഗം. ഇപ്പോൾ ഞാൻ ഷെയ്ൻ നിഗത്തിന്റെ 1-2 മൂവീസൊക്കെ ഞാനാണ് ട്രാക്ക് ഡബ് ചെയ്തത്. ഇപ്പോൾ RDX തുടങ്ങിയുള്ള അങ്ങനെയുള്ള മൂവീസൊക്കെ. അപ്പോൾ ഷെയ്ൻ്റെ ഈ വോയിസിലുപരി എനിക്ക് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഫ്ലോറിലൊക്കെ ഷെയ്ൻ വന്നിരുന്നെങ്കിൽ ഒന്ന് ഷെയ്നാണ് സൂപ്പർ 60 ഇപ്പോൾ വന്നിരുന്നെങ്കിൽ ഷെയ്നെ വെൽക്കം ചെയ്തു. ഹലോ ഷെയ്ൻ, വരൂ, സൂപ്പർ 60ലേക്ക് സ്വാഗതം. എന്ത് തോന്നുന്നു നമ്മൾ സൂപ്പർ 60 ഞങ്ങളുടെ ഫ്ലോർ കാണുമ്പോൾ? റിപ്പോർട്ടർ ചാനൽ എന്ത് തോന്നുന്നു? അല്ല, എന്ത് തോന്നാനാണ്? അല്ല, ഞാൻ ആ ലൈറ്റിന്റെ കണ്ണിലേക്ക് അടിച്ചിട്ട് ഞാൻ വേറൊരു ട്രിപ്പിലായിരുന്നു. മോളുടെ പേരെന്താണ്? രോഷിനി. അടിപൊളി പേരാണ്. പുതിയൊരു പടം വൈബാണ്. അല്ലെങ്കിൽ ക്യാമറാമാൻ എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്?
ക്യാമറ രസമില്ല. ഫോക്കസ് പിടിക്കണം, മനസ്സിലായി? ഫോക്കസ് പിടിച്ചാലാണ് ആ ടൈറ്റ് സാധനം പുറത്തേക്ക് വരുള്ളൂ. പിന്നെ എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, കൂടുതലൊന്നുമില്ല. വൺ ലവ് ആണ്. വൺ ലവ് എന്താണെന്നറിയോ? എന്താ ഈ ഒരു സൈഡിലേക്ക് മാത്രമല്ല. വൺ ലവ് എന്ന് പറഞ്ഞേ. വൺ ലവ് വീണ്ടും പറഞ്ഞേ. വൺ ലവ്. ഈ വൺ ലവ് വൺ ലവ് വൺ ലവ് എന്ന് അടിക്കുമ്പോൾ നമ്മുടെ ഈ ലാജ് എന്നടിക്കുമ്പോൾ നമ്മുടെ ആഗ്നേയഗ്രത്തിലാണ്. ആഗ്നേയഗ്രം എന്താണെന്നറിയോ? ഇല്ല. മൂന്നാങ്കണ്ണം എന്ന് പറയും. മൂന്നാങ്കണ്ണിൽ അടിക്കുമ്പോൾ പവർ വരെയാണ്, സ്നേഹം വരെയാണ്, എനർജിയിൽ ചെല്ലണത്. അപ്പൊ പരസ്പരം സ്നേഹിക്ക്. എന്തിനാണ് അടിച്ചു പൊളിക്ക്? വൺ വൈബും പൊളി മൂഡ്. എന്റെ പുതിയ പടങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പുതിയ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്തായിട്ട് വരാൻ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞൊരു പടമാണ്. അത് വേറൊരു പരിപാടിയാണ്, വേറൊരു ക്യാരക്ടറാണ്. പിള്ളേരുടെ പടമൊക്കെ കാണാറുണ്ട്. പ്രേമലു ഒക്കെ കണ്ടോ? പ്രേമലു കണ്ടു, അടിപൊളി മൂടാണ്. എനിക്ക് ശരിക്കും എനിക്ക് ചെയ്യാൻ പറ്റിയൊരു പടം വരുന്നു, പക്ഷേ നമ്മളെ വിളിച്ചില്ല. ഓക്കെ, അടിപൊളി കേട്ടോ. ഇനി ആരാ? ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോ ആണെങ്കിൽ ഒരുപാട് ഞാൻ മൂപ്പരുടെ സൗണ്ട് അല്ല മെയിനായിട്ട്, ഞാൻ സൗണ്ട് അല്ല എനിക്ക് മാനറിസങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മഞ്ഞ മഞ്ഞ ഡ്രസ് ഇട്ടാണ്. എന്താ ഇത് ഇഷ്ടപ്പെട്ടോണ്ട്? എന്താ പേര്? രോഷ്നി. രോഷ്നി. രോഷ്നിയുടെ വീട് എവിടെയാ? പാലക്കാട്. പാലക്കാട്. ഈ ക്യാമറ കുറെ നേരമായിട്ട് ഇങ്ങനെ വലിച്ചോണ്ടിട്ടുള്ള കാര്യമുണ്ടോ? ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണേൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് നിന്ന് പറഞ്ഞോ? എങ്ങനെയാണ് ചെയ്യാം? അത് നിങ്ങളുടെ ഇഷ്ടമാണ്, മനസ്സിലായല്ലേ? അല്ലേ? ആണാ? അതെ അതെ അതെ. അല്ല ശരിയാ. കാരണം ഇപ്പൊ ഈ അടുത്ത് വന്ന അല്ലേ പല അഭിമുഖങ്ങളും എറിഞ്ഞു കളയും. എനിക്കറിയാം. ഇപ്പൊ പുള്ളി നേരിട്ട് വരികയായിരുന്നെങ്കിൽ ചിലപ്പോ ഈ സെറ്റ് പൊളിച്ചു കളയും. ഇന്റർവ്യൂല് പുള്ളിയുടെ കൂടെ ഒരു ഇന്റർവ്യൂ ചെയ്തായിരുന്നു. അപ്പൊ പുള്ളി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന ഇങ്ങനെ ആ തുണി ഇങ്ങനെ കസേരയുടെ പൊക്കി വെക്കും. പിന്നെ കയ്യിലിരിക്കുന്ന റെഡ് ബുൾ ഇങ്ങനെ എറിയും. പുള്ളി ഇങ്ങനെ ശരിയാണ്, മാനറിസം ആണ് പുള്ളിയുടെ കൂടുതൽ അല്ലേ? ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ശരിയാണ്. ഇനി ലാൽ സാറിനെ ചെയ്യൂ അല്ലേ? ലാൽ സാറിനെ ചെയ്യും. ലാൽ സാറിനെ ചെയ്ത് കാരണം ഞാനിപ്പോ ചെയ്തപ്പോ കുറെ പേര് ഒരുപാട് നല്ല അഭിപ്രായം വരച്ചില്ല. പുള്ളിനെ കളിയാക്കുന്ന പോലെ എന്നൊക്കെ പറയും. ഞാൻ ലാൽ സാറിനെ അടുത്ത് കണ്ടായിരുന്നു ഒരു ഷോക്ക് വെച്ചിട്ട്. പക്ഷെ മൂപ്പര് അങ്ങനെ ഒന്നല്ല, അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു, ഗംഭീരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ലാൽ സാറിന്റെ ശ്രദ്ധിച്ചിരിക്കണം, ചില സംഭവങ്ങൾ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നാലാണ്. അത് ലാൽ സാറിന്റെ കുഴപ്പമില്ല, വേറെ ഇപ്പോൾ നമ്മുടെ ഈ ലേപ്പൽ മൈക്കിന്റെ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ. ലാൽ സാർ ഇവിടെ സൂപ്പർ 8 വന്നു കഴിഞ്ഞാൽ, സൂപ്പർ 60 വന്നു കഴിഞ്ഞാൽ നോക്കാം. പറഞ്ഞോളൂ, എങ്ങനെയാണ്? സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഒന്നും മനസ്സിലായില്ല. ഇങ്ങനെ അപ്പൊ നമ്മള് കാരണം ഭയങ്കര ബേസിലല്ലേ സാറ് സംസാരിക്കുന്നത്, നമ്മളിങ്ങനെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കേട്ടിരിക്കണം. പക്ഷെ ഈ ലാൽ സാറിന്റെ പഴയ സിനിമകളിലൊക്കെ ലാൽ സാറ് കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പഴയ സിനിമയിലൊക്കെ, തെങ്കാശിപ്പട്ടത്തിലൊക്കെ പുള്ളി കോമിക് സാധനങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് ഭയങ്കര ടൈമിംഗ്. ഇങ്ങനെ ഒരു സംഭവം, ഒരു ചിരി, ഒരു കരച്ചിലുണ്ട്. അവൻ കറക്റ്റാ, അവൻ കറക്റ്റായിട്ട് ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത് രോഷ്നി. ഇങ്ങനെ ഒരു സംഭവം. നമുക്ക് ഈ പുതിയ ആരെങ്കിലും ചെയ്താലോ? പുതിയ സിനിമകളിൽ ഞാനിപ്പോ ആവേശം വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ട്. അപ്പൊ അതില് അംബാൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, സജിൻ എന്നാണ് ആളുടെ പേര്. ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണ്ടേ. അപ്പൊ ആളുടെ ഒരു വോയിസ് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്ത് മൂവി കണ്ടോണ്ടിരുന്ന സമയത്ത് തന്നെ വളരെ ഒരു പ്രത്യേകതര സംഭവമാണ്. നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങളൊന്നും കാണാത്ത ഒരുപാട് കഴിവുകൾ അണ്ണനുണ്ട്. അണ്ണൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജ്യൂസ് കടയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലിക്കൊക്കെയായിരുന്നു. അപ്പം കുറെ ഗുണ്ടകൾ വിത്ത് ടൂൾസ്, അണ്ണൻ ചാടി എഴുന്നേറ്റ് അവന്മാരെ മോളിൽ കൂടി ചവിട്ടി ഗുണ്ടനെ കുത്തി കൊന്ന് അണ്ണ ചുമ്പയിൽ അണച്ചിരിപ്പിക്കില്ല, ചോരയിറക്കും. ഇങ്ങനെ ഒരു സംഭവമാണ് നല്ല രസമുണ്ട്. അതാണ് പുതിയതായിട്ടൊരു സംഭവം, പുതിയതായിട്ട് ചെയ്യുന്നല്ലേ. പിന്നെ ഇനി ഹിന്ദിയില് ഞാൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത്. കാരണം എനിക്ക് ഹിന്ദി ഷോസും സംഭവങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഷാറുഖ് ഖാൻ അല്ലാതെ ഒരുപാട് ഇപ്പൊ സൽമാൻ ഖാൻ സാറിന് ചെയ്യാറുണ്ട്, അക്ഷയ് കുമാർ സാറിന് ചെയ്യാറുണ്ട്. സൽമാൻ ഖാൻ സാറാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെറ്റ് ഒക്കെ കാണുമ്പോഴേ वेरी गुड. क्या नाम है आपका? रोशनी. मैं आप सबको एक बात बोलना चाहता हूँ. मुझ में कि तुम पे काफ़ी फ़र्क नहीं है, बस थोड़ी सी फ़र्क है. मुझे जो भी मिला हाथ में खाता हूँ, वो भी वही करता है. मैं वर्कआउट करता हूँ, ये भी वर्कआउट नहीं करता है. ഇങ്ങനെ ഒരു സംഭവമാണ് ലൈവ് സംഭവം. അക്ഷയ് കുമാർ സർ, डोंट एंग्री मी, जो मैं बोलता हूँ वो मैं करता हूँ. ഹായ് റോഷിനി, കില്ലാടിയുടെ സിനിമകൾ കാണാറുണ്ടോ? ഇല്ല. കാണണം. പുതിയൊരു സിനിമ വരുന്നുണ്ട്, മഞ്ഞുമൽ ബോയ്സിന്റെ റീമേക്ക്, ഗുഹാക്ക കില്ലാടി. പോയി കണ്ടിട്ട് അഭിപ്രായം പറയണം.
പറയാം. ഇനി വാരണായിരത്തിലെ റിയാസ് ഖാൻ അല്ലേ? അത് വാരണായിരത്തിലെ റിയാസ് ഖാൻ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് റിയാസ് ഖാൻ. അപ്പൊ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ്, പുള്ളിയാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രോളുകളൊക്കെ റിയാസ് ഖാനാണ് കൂടുതൽ. റിയാസ് ഖാൻ ഈ വാരണായിരത്തിലെ സൂര്യ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടല്ലോ, ഏയ് മാലിനി ഐ എം കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു. ഇത് റിയാസ് ഖാൻ പറഞ്ഞെങ്കിൽ ഏ മാലിനി ഐ എം കൃഷ്ണ, ഞാൻ ഇത് ചൊല്ലിയാക്കണോ, നീ അവലാലക ഞാൻ ഇവലാലക പാത്രിക എന്നാ ഇവലാലക പാത്രിക മാട്ടെ. ഐ ലവ് വിത്ത് യു, ഐ മാഡ്ലി ലവ് വിത്ത് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഇഷ്ടമല്ലെന്ന് മാത്രം പറയരുത്. സോറി, തെറ്റെന്റെ പാകത്താ, ക്ഷമിക്കണം. ഓക്കെ, അപ്പൊ ഈ റോള് റിയാസ് ഖാനാണ് ചെയ്തിരുന്നത്. ഇനി ഇപ്പോ എന്താണ് പ്രതീക്ഷകൾ? പ്രതീക്ഷകൾ ഞാൻ ഒരു മൂവി സിനിമ സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ എയിം. അൾട്ടിമേറ്റ് പണ്ട് മുതലുള്ള ആഗ്രഹം അത് തന്നെയാണ്. എനിക്കൊരു മൂവിയിൽ അവസരം കിട്ടിയതായിരുന്നു, ഒരു വലിയ ഡയറക്ടറിന്റെ മൂവിയിൽ, ഒരു ലെജൻഡ് ആയിട്ടുള്ള. പക്ഷേ അതെന്തോ ഒരു ഇതുകൊണ്ട് സമയം ശരിയല്ലാത്തതുകൊണ്ട് അത് നടന്നില്ല, ഇങ്ങനെ പോവാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും മിമിക്രി, ഞാൻ ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു മിമിക്രിന്നും കാര്യങ്ങളിലൊക്കെ. ഇപ്പോൾ വീണ്ടും തിരിച്ച് മിമിക്രിയിലും കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കും. സിനിമ തന്നെയാണ് സ്വപ്നം. ഇപ്പൊ ഇങ്ങനെ വീഡിയോകളൊക്കെ വൈറൽ ആവുമ്പോൾ ആളുകളുടെ അടുത്ത് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഒരുപാട്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് മെസ്സേജ്, ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സന്തോഷം, നമ്മളൊരു സംഭവം ചെയ്തിട്ട് അംഗീകരിക്കപ്പെടുന്നു, ആളുകൾ അതിന് ഒരു കാര്യം പറയാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ലേ? അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് ഇത്തരത്തിലുള്ള അനുകരണ കലയുമായി പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ കഴിയട്ടെ. ആശംസകൾ. റിപ്പോർട്ടർ ചാനൽ എല്ലാ പിന്തുണയും ഉണ്ടാവും. ഉയർന്നു വരും. താങ്ക് യു.